കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളെല്ലാവരും ഏറ്റെടുത്ത അല്ലെങ്കിൽ മലയാളികളെല്ലാവരും വളരെയധികം സങ്കടത്തോടെ കണ്ട നടൻ സൂരജ് സണ്ണിൻ്റെ ഒരു കുറിപ്പ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ മരണമാണ് അദ്ദേഹം കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നത്. എല്ലാവരും വളരെയധികം വിഷമത്തോടെ കണ്ടൊരു വാർത്ത തന്നെയാണ്. ആരും പ്രതീക്ഷിക്കാത്തൊരു വാർത്ത എന്നുകൂടി അതിനെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. ആരാധകരെല്ലാവരും സൂരജിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രേക്ഷകരും അത് തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ അച്ഛൻ്റെ അവസാന നാളുകളിൽ കുളിപ്പിച്ചതും ഭക്ഷണം കൊടുത്തതുമെല്ലാം താനാണ് എന്ന് പറയുകയും അച്ഛനോടൊപ്പം തന്നെ 24 മണിക്കൂറും കൂടെ ഉണ്ടാവാൻ എനിക്ക് സാധിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നുവെന്നും സൂരജ് കൂട്ടിച്ചേർക്കുന്ന കുറിപ്പും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട്. സൂരജിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഓരോരുത്തരും ഇത്തരത്തിൽ വാർത്തയുമായി എത്തുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് സൂരജിന് ഇത്ര വികാരഭരിതമായി നമ്മൾ കാണുന്നത്. അതിൻ്റേതായ ഒരു മുഷിമം മുഖത്തുണ്ട്. ഇന്നലെ വരെ ഒരു വിളിക്ക് അപ്പുറം എൻ്റെ അച്ഛനുണ്ടായിരുന്നു. എൻ്റെ ഓരോ സ്വപ്നങ്ങൾക്ക് പിന്നിലും നിന്നൊരു കരുത്തു കൂടിയാണ് ആ മനുഷ്യൻ എന്നത്. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതും ഞാൻ തളർന്നപ്പോൾ തന്നെ എൻ്റെ ഓർമ്മകൾക്ക് കൈയേങ്ങിയതും എനിക്ക് താങ്ങായി മാറിയതും ഈ മനുഷ്യനാണ്. ഇന്ന് ഓർമ്മകൾ നികത്താനാകാത്ത ഏറ്റവും വലിയ നഷ്ടമായ അച്ഛൻ്റെ ശൂന്യത തന്നെയാണ്. എന്നാൽ അച്ഛൻ്റെ മരണവാർത്ത അറിയിച്ച സൂരജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പ് അങ്ങനെയാണ്: അച്ഛനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക, അച്ഛന് ഷേവ് ചെയ്ത് കൊടുക്കുക, മുഖം കഴുകുക, അച്ഛൻ്റെ മുടി വെട്ടുക, അച്ഛന് ഭക്ഷണം നൽകുക, ഇങ്ങനെയെല്ലാം തന്നെ സൂരജ് ചെയ്യുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് സൂരജ്. അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു എന്ന് സൂരജ് ഓർത്തു പറയുന്നുണ്ട്. ഇപ്പോഴിതാ അച്ഛൻ പോയ ശേഷം ഒരാഴ്ച പിന്നിടുമ്പോൾ മനോഹരമായ ഒരു കുറിപ്പും വീഡിയോയുമായിട്ടാണ് എത്തുന്നത്. വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ എന്ന് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കുറിക്കാനും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അച്ഛനൊപ്പമുള്ള അവസാന നാളുകളിലെ പല നിമിഷങ്ങളും കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം എത്തുന്നത്. അച്ഛനൊപ്പമുള്ള അവസാന നിമിഷത്തിലെ വാർത്തയെല്ലാം പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ സൂരജിൻ്റെ അച്ഛന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും നല്ലൊരു മകനെ ലഭിച്ചതിനും ആ മകൻ്റെ എല്ലാ സ്നേഹവും അറിഞ്ഞിട്ട് മരിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമായി തന്നെ അദ്ദേഹം കാണുന്നുണ്ടാകും. ഇന്നത്തെ കാലത്ത് പല മാതാപിതാക്കൾക്കും ലഭിക്കാത്ത ഒരു വലിയ സ്നേഹം തന്നെയാണത് എന്നുകൂടി എടുത്തു പറയണം. ഇപ്പോൾ സൂരജ് സണ്ണിൻ്റെ അച്ഛന് ആത്മശാന്തി ലഭിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതൊരു ആശ്വാസമാണെന്ന് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയണം. ആരാധകർക്ക് അത് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്തയായി മാറണമെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർക്ക് അത് സ്നേഹം പകരുന്ന വാർത്തയായി മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്തയായി തന്നെ ഇത് മാറുന്നു എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് അടിസ്ഥാനമായി തന്നെ സംസാരിക്കുന്നത്. സൂരജിൻ്റെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തന്നെയാണ് പലരും കമൻ്റായി കുറിക്കുന്നതും. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത ഇത് തന്നെയാണ് എന്ന് നമുക്ക് കൂടുതൽ പറയാനും സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.